അമ്മേ അച്ഛൻ വന്നു. അവനെ കണ്ടോ? കണ്ടു. എന്റെ മോനിപ്പം വലിയ നിലയില, ബസ് സ്റ്റാൻഡിൽ പൊത്താൻ വെക്കുന്നു. 1001 ടെക്നിക്സ്, കവിതാ സമാഹാരം, കൊട്ടത്ത് ഞാൻ കരണക്കുറ്റിക്ക് വരണം. അല്ലല്ലോ അവന്റെ കാര്യം പറയുമ്പോൾ നിനക്ക് വലിയ ദണ്ണമാണല്ലോ. എടി എടി എടി, അവന്റെ ഭാഗമല്ലാതെ എന്റെ ഭാഗം ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടില്? കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. നീ ഒറ്റ ഒരുത്തേരെ അവനെ മനസ്സിലാക്കിയത് എന്താ നോക്കി പഠിപ്പിക്കുന്നേ? അവന്റെ എണ്ണത്തല്ല, നിന്റെ എണ്ണത്തെ ആദ്യം പൊട്ടിക്കേണ്ടത്. പൊട്ടിക്ക് ഞാൻ. പൊട്ടിച്ചോ? അച്ഛാ, ഒരു കപ്പ് പൊട്ടി. ആ പൊട്ടട്ടെ. പക്ഷെ ഒരു കാര്യം നീ കുറിച്ച് വെച്ചു, അവനവിടെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും നീ ഇവിടെ എന്തൊക്കെ പൊട്ടിച്ചാലും ഞാൻ തോക്കുകയല്ല. അവനെ ഞാനിവിടെ വരുത്തും. എന്റെ ഈ കാലി വീഴ്ത്തും. എടി അവന്റെ 1001 ടെക്നിക്ക് ആണെങ്കിൽ എന്റെ ഉണ്ടടി 10,000 ടെക്നിക്ക്. അച്ഛാ നിർത്തിക്കോ. അമ്മ 10,000 രൂപയുടെ ഡിന്നർ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടിയാ അതും പറ്റും. നമസ്കാരം സാർ. സാർ, ഞാൻ കിറ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് വരികയാണ്. എല്ലാവിധ ടൂൾ കിറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സാർ കിറ്റ് ഇന്ത്യ കമ്പനി. ഈ വീട്ടിലെ എന്ത് സാധനം കേടായാലും അഴിച്ചു നന്നാക്കാനുള്ള ടൂൾസ് ഈ കിറ്റിലുണ്ട് സാർ. സാർ മൗനവ്രതത്തിലോ മറ്റോ ആണോ? തന്റെ ഈ കണാപ്പ് കിറ്റിന് എന്ത് വില വരും? വെറും 500 രൂപ. എന്നാ എന്റെ ഈ മൗനത്തിന് 10,000 രൂപയുടെ വിലയുണ്ട്. അങ്ങനെയല്ല സാർ, ഇതുകൊണ്ട് കേടായ എന്തും അഴിച്ചു നന്നാക്കാം സാർ. താൻ എന്ത് നന്നാക്കൂ? എന്തും നന്നാക്കും സാർ. എന്നാ ഈ വീട്ടിൽ സാധനമുണ്ട്. എന്താ സാർ പറയ്. എന്റെ മോൻ. തലതിരിഞ്ഞ എന്റെ മോൻ പറ്റുമോ? ഇതെന്താണെന്ന് കാല് അല്ലേ? എന്തിനാണെന്ന് മനസ്സിലായോ? നടക്കാനല്ലേ? എന്റെ മകന് സൗകര്യപൂർവ്വം വന്ന് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയാൻ. അതിനു വേണ്ടിയാണോ വർഷങ്ങളായിട്ട് ഞാൻ ഈ കാലം കൊണ്ട് നടക്കുന്നത്? താങ്ക്സ്, വെൽക്കം. അമ്മാവൻ എവിടെ? അമ്മാവൻ നിന്നെ കാണാൻ വന്ന. തീപ്പെട്ടി കളയണ്ട, കൊള്ളിയുണ്ട്. അതെ ശരിയാ, കൊള്ളിയുണ്ട്. അമ്മാവൻ ബീഡി വലിക്കോ? അല്ല തീപ്പെട്ടി കൊണ്ട് നടക്കുന്നോണ്ട് ചോദിച്ചാ. മോനെ ചന്ദ്രഹാസ, ഈ തീപ്പെട്ടിക്കും കൊള്ളിക്കും ഒരു കടങ്കഥയുണ്ട്, അറിയാമോ? തള്ളയെ കുത്തി മകൻ മരിച്ചു എന്നല്ലേ അമ്മാവ? അത് പണ്ട്. തന്തയെ കുത്തി മകൻ മരിച്ചു എന്നാ ഇപ്പോ. എങ്ങനുണ്ട്, കൊള്ളാം? വന്നേ. നല്ല അസല് മഴയാണ്. പിന്നെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഈ വരുന്ന 24-ാം തീയതി എങ്ങനെ, നീ ഫ്രീ ആണോ ആവോ? എന്താ? അല്ല, ഫ്രീ ആണെങ്കിലേ ചോറ്റാനിക്കര ക്ഷേത്രം വരെ ഒരു 11:20 AM വന്നാൽ കൊള്ളായിരുന്നു. എന്താ കാര്യം പറ. സിമ്പിൾ. അന്ന് നിന്റെ കല്യാണം 11:30-നാണ് മുഹൂർത്തം. വലിയ തിരക്കാണെങ്കിലേ ഒരു 10 മിനിറ്റ് മുമ്പ് എത്തിയാലും മതി. മനസ്സിലായില്ല. അയ്യോ, സിമ്പിൾ. മനസ്സിലാക്കി തരാം. നിന്റെ ഫാദർ, അച്ഛൻ നിന്റെ വിവാഹം ഉറപ്പിച്ചു. പിന്നെ നാട്ടുകാർ മുഴുവനും അമ്പലത്തിലെത്തും. പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ഒക്കെ എത്തും. സ്വാഭാവികമായും നീ ഒന്ന് അവിടെ വരെ വരേണ്ടി വരും. അച്ഛന്റെ കാലയിലൊന്ന് തൊടേണ്ടിയും വരും. എന്തിനു? അനുഗ്രഹം വാങ്ങാൻ. എങ്ങനെയുണ്ട് മൂപ്പിൽസിന്റെ പ്ലാൻ? കൊള്ളാമല്ലേ? ഞാൻ പെണ്ണിനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ കല്യാണം ഉറപ്പിക്കുന്നത്? പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും നിന്നെ കണ്ടിട്ടുണ്ട്. നീ ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ആലോചിക്കുന്ന പോലെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട്? മോന്റെ അല്ലേ തന്ത, വക്രബുദ്ധിക്ക് വല്ല കേടും സംഭവിക്കുവോ? പിന്നെ നിങ്ങൾ അച്ഛൻ്റെ മോൻ്റെയും കഥയൊന്നും ആ പെണ്ണിനും അവളുടെ വീട്ടുകാർക്കും അറിയില്ല. ആ പാവങ്ങളെ വെറുതെ വിഷമിപ്പിക്കരുത്. അതാരാ? എന്റെ അമ്മാവനാ. എന്താ വേണം? ചന്ദ്രൻ എല്ലാരോടും പുച്ഛാ. അച്ഛനും കുടുംബമൊന്നും ഇല്ലാത്തവർക്ക് അതിന്റെ ഒക്കെ വില അറിയൂ. ഓഹോ, എങ്കിൽ ആ വില ഇങ്ങ് തന്നിട്ട് എല്ലാവരും മൊത്തമായിട്ട് അങ്ങ് എടുത്തോ. എന്താ കിണിക്കുന്നേ? അല്ല, തനിക്ക് പറ്റിയ ഒരാളുണ്ട് കോട്ടയം ബസ് സ്റ്റാൻഡില്. ഒരു വല്യമ്മയാ. അവരിപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നോട് എന്താ പറയാന്ന് എനിക്കറിയാം. അതോർത്ത് കിണിച്ചതാ. പറയട്ടെ? എടാ കൊച്ചനെ, മുടിയനായ പുത്ര, നിനക്ക് ഇതെന്നാത്തിന്റെ കേടാ? സ്വന്തം തന്തയും തള്ളയൊക്കെ വിഷമിപ്പിച്ചേച്ച് നീ ഇതെന്നാ ബുദ്ധിജീവി കളിയാടാ ഉവേ കളിക്കുന്നേ? എടാ മരക്കഴുതേ, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയോടാ. പിരിച്ചാഴി, പെട്ടെന്ന് കുടുംബത്ത് പോടാ.
വല്യമ്മേ, എന്റെ പൊന്നു വല്യമ്മേ. വല്യമ്മേ, വല്യമ്മേ, ഈ കൊച്ചുമനെ വിട്ടു പോകല്ലേ വല്യമ്മേ. വല്യമ്മയ്ക്ക് അറിയാമോ വല്യമ്മേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോയതാ. അപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞെന്നറിയാവോ? ഇവൻ മനസ്സുമാറിയല്ല വന്നിരിക്കുന്നത്. ഇതെല്ലാം നിന്റെ അടവല്ലേടാ? കാശടിച്ചു മാറ്റാനുള്ള ഒരു വിദ്യല്ലേടാ? എന്നൊക്കെയാണ് വല്യമ്മേ. എന്നെ ഇങ്ങനെ വെറുതെ ഉപദേശിക്കാതെ ഒന്ന് സഹായിച്ചുകൂടെ വല്യമ്മയ്ക്ക്? എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനോട് ഒരു വാക്ക് പറയാമോ? ഞങ്ങൾ എല്ലാവരും കൂടി ചന്ദ്രുവിൻ്റെ മനസ്സ് മാറ്റിയെടുത്തു. ഇനി ഇയാൾ കാരണം ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛൻ പറയുന്നതനുസരിച്ച് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞോളും. ഇതൊക്കെ ഒന്ന് എൻ്റെ കൂടെ വന്ന് പറയാമോ അച്ഛനോട്? വല്യമ്മയുടെ കാര്യം പോട്ടെ, കുട്ടിക്ക് ഒന്ന് വന്ന് പറയാമോ? കണ്ടോ, പറ്റില്ല, ഒരാൾക്കും സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ഉപദേശിക്കാൻ വലിയ ഇഷ്ടം എല്ലാവർക്കും. എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല എനിക്ക്. അതാണ് എൻ്റെ പ്രശ്നം. എന്നെ സഹായിക്കാൻ കുട്ടിക്കും കഴിയില്ല. കുട്ടി പോയിക്കോളൂ. ഞാൻ വരാം. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ വിശ്വസിക്കുമെങ്കിൽ ഞാൻ വന്ന് പറയാം. ഞാനും വരാം. ഞാനും കൂടി വന്ന് പറയാം. നീ എന്ത് പറയാനാ? എത്രയും പ്രിയപ്പെട്ട ചന്ദ്രുവിന്റെ അച്ഛ. ആ, ബാക്കി എന്താ പറയണ്ടേ? നീ വന്നോ, പക്ഷെ മിണ്ടണ്ട. ഇല്ല, മിണ്ടില്ല, ആ. സംസാരിക്കുള്ളൂ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പിന്നെ വാ. ഉം. ആ, എന്നാ വാ. ഹായ്, ഇതാണോ ചന്ദ്രന്റെ വീട്? ഉം. ഈ കാറുകളൊക്കെ നിങ്ങളുടെ ചന്ദ്രു? ഏയ്, ആരോ വിരുന്നുകാരുണ്ടോന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. അവൻ അങ്ങനെ പലതും പറയും. നമുക്കൊരു കാര്യം ചെയ്യാൻ വിജി. എന്താ? നമുക്ക് ഇവിടെ നിൽക്കാം, അവൻ വിളിക്കുമ്പോ പോയാ മതി. ശോ. നമ്പ്യാർക്കറിയാലോ, ഉം. എന്റെ ഒരേ ഒരു മോള. ഉം. അതുകൊണ്ട് തന്നെ ആഡംബരങ്ങളൊക്കെ ലേശം കൂടുതലായിരിക്കും. അയ്യോ, അതിനെന്താ? കല്യാണത്തിന് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കൂടുന്നത് കൊണ്ടേ അത് കല്ലല്ലേ, നല്ല ഒറിജിനൽ ഡയമണ്ട് ആണ്. ഈ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കൂടുന്നത് കൊണ്ടേ ഒറിജിനൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനൽ ഡയമണ്ട്. ഒറിജിനൽ മന്ത്രി. മന്ത്രിമാരും ഒറിജിനൽമാരും ഒക്കെ കൂടുന്നത് കൊണ്ടേ 2-3 ആനയും വെടിക്കെട്ടും ഒക്കെ ഒറിജിനലായിട്ട് വേണമെന്നുണ്ട്. അത് കൊള്ളാം. കല്യാണം നടന്നില്ലേലും ആരും മുഷിയില്ല. ഓരോ വെടിക്കെട്ടും ഒക്കെ കാണാമല്ലോ. ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അച്ഛൻ പറഞ്ഞ പോലെ എന്റെ ഇഷ്ടപ്രകാരമല്ല ഈ കല്യാണം ആലോചിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. സ്വന്തം മകനെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള ഒരു അച്ഛനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാം. താൻ ഇങ്ങനെ പറയുന്ന അച്ഛനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അമ്മാവോ, ഈ കല്യാണം യാതൊരു കാരണവശാലും നടക്കില്ല. ഞാൻ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാണ്. അവളെ അല്ലാതെ ഞാൻ ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കില്ല. ആ കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം. ഞാൻ മനസ്സ് മാറി തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിപ്പിക്കാടാ. വേണ്ട, തനിക്ക് വിശ്വസിപ്പിക്കാമോ? ഉം. ആ. ഇതാണ് ആ പെൺകുട്ടി. ഞാനിപ്പോ അച്ഛനോട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും വിജി. ചന്ദ്രു പറഞ്ഞതൊക്കെ സത്യം അച്ഛാ. ഇവിടെ വന്ന് മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ ഞങ്ങൾ ചന്ദ്രനോട് പറഞ്ഞു. ആദ്യമൊന്നും സമ്മതിച്ചില്ല, പിന്നെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ചന്ദ്രു സമ്മതിച്ചത്. അച്ഛാ, ഈ ജീവിതം ഒരു പാരാവാരമാണ്. വാസ്തവത്തിൽ ഇത് എന്നേക്കുമായി പൊട്ടിപ്പോകേണ്ട ഒരു ബന്ധമായിരുന്നു. ഞാനാണിത് കൂട്ടി യോജിപ്പിച്ചത്. ഇനി ഒരിക്കലും ഈ ബന്ധം മുറിയില്ല അച്ഛാ, മുറിയില്ല. മുറിയാൻ ഞാൻ സമ്മതിക്കില്ല. എന്തോന്നാ ഇത്? എന്താ നിറണോ നിനക്ക്? വേണമെന്നില്ല. എന്താ എന്റെ പേര്? പങ്കജാക്ഷൻ. നിന്നോടല്ല, അവളോട്. എന്താ എന്റെ പേര്? വിജയലക്ഷ്മി. അപ്പൊ പേര് വിജയലക്ഷ്മി. വീട് എന്താ, വീടില്ലേ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ടൊരു വീടോ നാടോ ഒന്നുമില്ല. അപ്പോ വീടില്ല. സ്വന്തക്കാരായിട്ട് ആരെങ്കിലും? 2 ഏട്ടന്മാരുണ്ട്. ഓഹോ, അവർക്ക് കണ്ണ് കാണില്ല. ഞങ്ങൾ തെരുവിൽ പാട്ട് പാടുന്നവരാ. ആ ബെസ്റ്റ്. വലിയ ആൾക്കാരാ, പിച്ചക്കാര്, കണ്ണുവട്ടന്മാര്. ബെസ്റ്റ് ബെസ്റ്റ്. മതി, ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? വിജി, പങ്ക,
വാ പോ. ശ്ശി, നിക്കടാ അവിടെ. നീ ഈ പെണ്ണിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല അല്ലേ? ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കുമെങ്കിൽ അത് ഈ പെൺകുട്ടിയാണ്. നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? അച്ഛാ, അയ്യോ എന്താ കാര്യം പറഞ്ഞു കേട്ടില്ല നമ്മുടെ പുന്നാര മോൻ. ഈ കല്യാണം നടക്കില്ല. എന്റെ മോൻ നല്ലൊരു സംബന്ധം കൊണ്ടുവന്നിരിക്കുന്നു. പാവം സ്ത്രീധനായിട്ട് കിട്ടും. രസേനുണ്ട് കുരുടന്മാർ. ഇനി അത് ഒരെണ്ണത്തിനെ വേണമെന്ന് പറഞ്ഞേക്കരുത്. ഞാൻ തരില്ല. രണ്ടിനെ എനിക്ക് തന്നെ വേണം. മോനെ ചന്ദ്രുവിനെ കുറ്റം പറയാൻ പറ്റില്ല മിസ്റ്റർ നമ്പ്യാർ. അവറ്റകളെല്ലാം കൂടി വളഞ്ഞു പിടിച്ചിരിക്കുക. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തിരിച്ചിട്ടില്ല.